ആ ഇനി അടുത്തത് വേറൊരു പഴയ മന്ത്രി പറയുന്നത് കേട്ടു, ഞാൻ ഹിന്ദു കയറി ഇറങ്ങിയാണ് BJP നേതാക്കൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കൾ എന്നെ കാണണം എന്നാവശ്യപ്പെട്ടു. ഞാൻ അവർക്ക് സമയം കൊടുത്തു. അവർ വന്ന് കാണാൻ പറഞ്ഞു. അത് പബ്ലിക് കാണുന്ന സമയത്താണ് അവരെ വന്ന് എന്നെ കണ്ടത്. ഞാൻ അവരെ മുറിയിൽ കയറ്റിയിരുത്തി കണ്ടു. അതിൽ 2 പേര് എനിക്കെതിരായിട്ട് നിരന്തരമായ വ്യാപകമായ പ്രചരണം നടത്തിയിരുന്ന ആളുകളാണ്. ഞാൻ അവരുടെ പേര് കണ്ടപ്പോൾ അവരെ കാണാൻ പറ്റില്ല എന്ന് ഞാൻ പറയാമോ? അവരെന്നെ കണ്ട് അവർക്കൊരു നിവേദനം നൽകാൻ വന്നതാണ്. നിവേദനം നൽകി. ഇന്നലെ നമുക്ക് ഗവൺമെൻറ്റിനെതിരായി സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന NGO യൂണിയൻ നേതാക്കൾ, ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ നേതാക്കൾ, അധ്യാപക സംഘടന CPMൻ്റെ KSCയുടെ നേതാക്കൾ കാണാൻ വന്നു. ഞാൻ ഇവരെ ഇരുത്തിയ അതേ കസേരയിൽ തന്നെ അവരെയും ഇരുത്തി അവരുമായിട്ട് സംസാരിച്ചു. ഞാൻ കോൺഗ്രസിൻ്റെയോ UDFൻ്റെ മാത്രം മുഖ്യമന്ത്രിയാണോ? കേരളത്തിലെ മുഖ്യമന്ത്രിയല്ലേ? എന്നെ കാണാൻ വരുന്നവരോട് ഞാൻ നിങ്ങളെ കാണില്ല എന്ന് പറയാമോ? ഞാൻ അത് ചെയ്താലല്ലേ തെറ്റ്? പിന്നെ പഴയ മന്ത്രിയായിരുന്ന ശ്രീ റിയാസാണ് പറഞ്ഞത് ഇവിടെ കയറി ഇറങ്ങാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിനോട് എൻ്റെ മറുപടി, ഞാൻ ഒളിച്ചല്ല കണ്ടത്. പിണറായി വിജയൻ ചെയ്തതുപോലെ RSS നേതാക്കളെ വേറെ കാറിൽ പോയി മസ്കറ്റ് ഹോട്ടലിൽ പത്രക്കാരെയൊക്കെ മാറ്റി നിർത്തി ആരെ അറിയാതെ ഒളിച്ചല്ല കണ്ടത്. അതാണ് റിയാസിനുള്ള മറുപടി. ഒളിച്ചല്ല കണ്ടത്, രഹസ്യമായിട്ടല്ല കണ്ടത്. ഇവിടെ 100 കണക്കിന് ജനങ്ങൾ കാണാൻ വേണ്ടി വരുന്ന കൂട്ടത്തിൽ അവർ നേരത്തെ പറഞ്ഞു, അവർ വന്ന നിവേദനം അവർ തന്നു, അവരുമായി സംസാരിച്ചു. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ അവർക്ക് ഒരു അനുമതി നിഷേധിച്ചാലാണ് അത് വാർത്ത, അല്ലേ? അനുമതി നിഷേധിച്ചാലാണ് വാർത്ത. അതൊക്കെ പരിശോധിക്കാം നമുക്ക്. തെറ്റായ വാർത്തയാണ്. അദ്ദേഹം എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ വിളിച്ചിരുന്നു. എന്നെ ഫോണിൽ കിട്ടാണ്ട് ഞാൻ ബജറ്റിൻ്റെ തയ്യാറെടുപ്പിൻ്റെ സമയത്ത് എൻ്റെ അടുത്ത് ഫോണുണ്ടായില്ല, ഞാൻ മാറി നിൽക്കുകയായിരുന്നു. അദ്ദേഹം വിളിച്ചെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചു, വളരെ കോഡിയലായിട്ട് സംസാരിച്ചു. അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും ഒന്ന് കാണണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉറപ്പായിട്ട് കാണാം, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞവർക്ക് കാണാമെന്ന് പറഞ്ഞു. കാണാമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ഞാൻ ഫോണിൽ കൂടി പറഞ്ഞപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ആഴ്ച ഞാൻ ബജറ്റ് അവതരിപ്പിക്കുന്ന ദിവസമാണ്. ഞാൻ ഇവിടെ നിന്ന് എങ്ങും പോയിട്ടില്ലല്ലോ, ഫുൾ ടൈം ഞാൻ നിൽക്കുകയാണ്. പക്ഷെ ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെയാണെന്ന് തോന്നുന്നു 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നിങ്ങൾ വാർത്ത, എനിക്കറിയില്ല അദ്ദേഹം പറഞ്ഞാണോ പറഞ്ഞില്ല എന്നറിയില്ല, ഒരു യോഗത്തിൽ ഞാനിങ്ങനെ ഇത് കൊടുത്തില്ല എന്നും പറഞ്ഞു. അദ്ദേഹം പറഞ്ഞായിട്ട് ഞാൻ കണ്ടില്ല, വാർത്ത വരുന്നത് ഞാൻ കണ്ടു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാനിപ്പോൾ ഇത് നിങ്ങൾ കേട്ടോ, തുഷാർ വെള്ളാപ്പള്ളി അദ്ദേഹം എന്നെ കാണണമെന്ന് പറഞ്ഞു. അദ്ദേഹം എൻ്റെ ആലുവയിലുള്ള വസതിയിൽ ആളുകൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വന്ന് കണ്ടു, എന്നെ വന്ന് അഭിനന്ദിച്ചിട്ട് അദ്ദേഹം പോയി. അതിനും വന്ന് ആരോപണം. അതിനെന്താ, ഞാൻ തുഷാർ വെള്ളാപ്പള്ളി വരാൻ പാടില്ല എന്ന് പറയാമോ? ഞാൻ പറയാൻ പാടില്ലല്ലോ. അയാൾ പ്രസംഗിച്ച് തീരുമ്പോൾ ഒരു പേമാരി ഇരമ്പിയാർത്ത് പെയ്തു തീർന്ന പ്രതീതിയല്ല, ഒരു ചാറ്റൽ മഴ അലസം പെയ്തൊഴിഞ്ഞ തോന്നലുമല്ല. അയാൾ പ്രസംഗിച്ച് കഴിയുമ്പോൾ വന്നു മൂടുന്നത് ഒരു നിലാമഴ തൂവിത്തലോടിയ ശേഷമുള്ള പ്രഭാതത്തിന്റെ നനുത്ത കുളിരാണ്. അയാളെ ഇങ്ങനെ പുകഴ്ത്താൻ ഒരു സൈബർ പുണ്യാളന്റെയും അനുമതിയുടെ ആവശ്യവുമില്ല. അവന്റെ വികലമായ തറവാട്ടു ഭാഷ അവിടെ ആശങ്കയുമില്ല. അവന്റെ അശ്ലീല രീതികൾക്ക് അവന്റെ അച്ഛനമ്മമാരെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല. അവനെ ദൈവം അങ്ങനെ വാർത്തെടുത്തതാണ്. കേരളത്തിന് ഒരു മുഖ്യമന്ത്രിയെ കിട്ടിയത് ഇപ്പോഴാണെന്നാണ് ജനറേഷൻ എക്സിൽപ്പെട്ട എന്റെ ബോധ്യം. ഇന്നലെ കേട്ട 2 പ്രസംഗങ്ങൾ, ക്യാബിനറ്റ് ശേഷമുള്ള ഇന്നത്തെ പതിവ് പത്രസമ്മേളനം, രണ്ടും അക്ഷരാർത്ഥത്തിൽ പൊളിച്ചെടുക്കി. പ്രസംഗത്തിന്റെ ഭാഷ അല്ല പത്രസമ്മേളനത്തിന്റെ ഭാഷ. അവിടെ വന്നിരിക്കുന്നതിൽ ചിലരെങ്കിലും രാഷ്ട്രീയ മുഖംമൂടി അണിഞ്ഞ തനി വേതാളങ്ങളാണ്. അവരുടെ ലക്ഷ്യം ജനതയ്ക്ക് വേണ്ട ഉത്തരങ്ങളല്ല, അവരുടെ ഉദരപൂരണവും വികല മനസ്സുകളുടെ കപട രാഷ്ട്രീയ സംതൃപ്തിയുമാണ്. അവർ ശമ്പളം വാങ്ങുന്നത് അതിനാണെന്നാണ് അവരുടെ ഭാഷ്യം. എന്തിനെന്നോ അവർ അയാളുടെ വായിൽ കോലിട്ട് കുത്തും, അയാളെ പ്രകോപിതനാക്കാൻ പരമാവധി നോക്കും. അയാളുടെ ശരീരഭാഷയിൽ, മുഖചലനങ്ങളിൽ ധാർഷ്ട്യവും കോപവും പൊട്ടിവിടരുന്നു എന്ന് വരുത്താനുള്ള കഠിന ശ്രമങ്ങളിലാണ് അവർ ഓരോ പ്രസ് കോൺഫറൻസും. പക്ഷേ അവർ തോറ്റുപോകുന്നു.
ആരാണ് മാധ്യമ സമ്മേളനം അലങ്കോലമാക്കാൻ ശ്രമിക്കുന്നത് എന്നത് അവരുടെ പേര് പറഞ്ഞ് തന്നെ മുഖ്യമന്ത്രി ഇപ്പോൾ ജനത്തെ അറിയിക്കുന്നുണ്ട്. ഇന്ന് കൈരളിയും ദേശാഭിമാനിയുടെയും പേര് പലവട്ടം അദ്ദേഹം പറഞ്ഞു. പിണറായിയുടെ പത്രസമ്മേളനങ്ങളിൽ സിൻഡിക്കേറ്റ് രൂപീകരിച്ച് തങ്ങളുടെ ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം കിട്ടിയാൽ മതി എന്ന് തീരുമാനിച്ചവർ അവർക്കിനി ബുധനാഴ്ചകൾ പേടി സ്വപ്നങ്ങളുടെ ദിനങ്ങളാകാതിരിക്കട്ടെ. വിജ്ഞാനത്തിന്റെയും ദീർഘവീക്ഷണത്തിന്റെയും പൊൻപരാഗങ്ങൾ വിതറിയ 2 പ്രസംഗങ്ങളെ കുറിച്ച് സമയം കിട്ടിയാൽ വേറെ എഴുതാം. ആ പ്രസംഗങ്ങളുടെ അടിയിലും അതിലെ അറിവിന്റെ കാമ്പ് തിരിച്ചറിയാത്ത സൈബർ വിഡ്ഢികൾ അധിക്ഷേപ മുറവിളികളുമായി എത്തുന്ന പരിഹാസ്യമായ കാഴ്ചയും പതിവ് പോലെ കണ്ടു. അയാളുടെ വഴികളിൽ നിങ്ങൾക്കിതൊന്നും പോരാ, നിങ്ങളെ ഓർത്ത് ചിരി വരുന്നു, അയാൾ അതുക്കും മേലെ. പ്രശാന്ത് വാസുദേവിന്റെ ഒരു കുറിപ്പാണ് ഞാൻ വായിച്ചത്. ഞാൻ ഈ കുറിപ്പ് വായിക്കുന്നതിന്റെ ഇപ്പോ നിങ്ങളോട് സംസാരിക്കുന്നതിന്റെ കുറച്ച് മുൻപാണ് ഞാൻ നിങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോ പങ്കുവച്ചത്. അത് കഴിഞ്ഞ ദിവസം വി.ഡി. സതീശന് നടത്തിയ ഒരു പ്രസംഗത്തിന്റെ ആയിരുന്നു. അദ്ദേഹം AI ടെക്നോളജിയെ കുറിച്ചും നാനോ ടെക്നോളജിയെ കുറിച്ചും അതുപോലെ ആരോഗ്യരംഗത്ത് വരാൻ പോകുന്ന മാറ്റങ്ങളെ കുറിച്ചും റിവേഴ്സ് റെമിറ്റൻസിനെ കുറിച്ചും വാതോരാതെ ആ മനുഷ്യൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുക. അപ്പൊ ഞാനത് പറഞ്ഞു നിങ്ങളോട് ഒരു തവണ, എന്ത്, ഈ സതീശനോട് പിടിച്ചു നിൽക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. കാരണം കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയന്റെ വായിൽ നിന്ന് ഇങ്ങനെ ഒരു സംസാരം, ഇങ്ങനെ ചില വിഷൻ, കാഴ്ചപ്പാട്, നിലപാട്, ദീർഘവീക്ഷണം ഇതൊന്നും കേരളം കണ്ടിട്ടില്ല. അപ്പോ അത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ പിണറായി വിജയൻ അതിനുള്ള കപ്പാസിറ്റി ഇല്ല, പിണറായി വിജയൻ അതിനുള്ള പൊട്ടൻഷ്യൽ ഇല്ല. പിണറായി വിജയൻ തികഞ്ഞ ഒരു രാഷ്ട്രീയക്കാരനാണ്, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അയാൾ വെറും രാഷ്ട്രീയക്കാരനാണ് എന്നുള്ളതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. പിണറായി വിജയന് തിങ്ക് ടാങ്കിനെ കുറിച്ച് പറയാൻ കഴിയില്ല, റെമിറ്റൻസിനെ കുറിച്ചോ റിവേഴ്സ് റെമിറ്റൻസിനെ കുറിച്ചോ പിണറായി വിജയന് പറയാൻ കഴിയില്ല, ബ്രെയിൻ ഡ്രെയിനിനെ കുറിച്ചോ മൈഗ്രേഷനെ കുറിച്ചോ പിണറായി വിജയന് പറയാൻ കഴിയില്ല, AI കുറിച്ചോ നാനോ ചിപ്പിനെ കുറിച്ചോ പിണറായി വിജയന് പറയാൻ കഴിയില്ല. മനസ്സിലായില്ലേ? അപ്പോ എന്തുകൊണ്ടത് സാധിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ പിണറായി വിജയൻ അതിനുള്ള കപ്പാസിറ്റി ഇല്ല, അതിനുള്ള പൊട്ടൻഷ്യൽ പിണറായി വിജയൻ ഇല്ല എന്നുള്ളതാണ്. അവിടെയാണ് കേരളം ഇന്ന് കാണുന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ കൃത്യമായിട്ട് ഇപ്പൊ ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ നടന്ന ദീക്ഷാരംഭം എന്ന് പറയുന്ന പരിപാടിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ വാക്കുകള്, അതുപോലെ അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു മറ്റൊരു പരിപാടിയിൽ, ആ പരിപാടിയുടെ പേര് ഞാൻ മറന്നുപോയി, അപ്പോ ആ ഒരു പരിപാടിയിൽ വി.ഡി. സതീശന്റെ വാക്കുകള്, അപ്പോ അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് വരും കാലങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് അടയാളപ്പെടുത്തിക്കൊണ്ടുള്ള വാക്കുകളാണ്. ഇപ്പൊ സർക്കാർ അധികാരത്തിൽ വന്നത് മെയ് 18-നാണ്. മെയ് 18-ന് അധികാരത്തിൽ വന്നിട്ട് ഈ നമ്മൾ ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴേക്കും 2 മാസം പിന്നിട്ടിട്ടില്ല. 2 മാസം പൂർത്തിയാകാൻ പോകുന്നതേ ഉള്ളൂ, അല്ലെ? മെയ് 18, ജൂൺ 18, ജൂലൈ 18, ഈ മാസം 18, അതായത് ഇന്ന് നാളെ കഴിഞ്ഞാൽ 18-ാം തീയതി ആയാൽ 2 മാസം പൂർത്തിയാകും. ഈ 2 മാസത്തിനിടയിൽ അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനങ്ങൾ വളരെ കൃത്യമായി ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ മറുപടി ഉണ്ടെന്ന് മാത്രമല്ല വായടപ്പൻ മറുപടി ഉണ്ട് എന്നുള്ളത്. അതാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഒരു ചോദ്യം ചോദിച്ച് അതിനൊരു മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു മറു ചോദ്യത്തിനുള്ള അവസരം വി.ഡി. സതീശൻ കൊടുക്കുന്നില്ല. വളരെ കൃത്യമാണ്. കാരണം അങ്ങനെ കൊടുക്കാൻ പാടില്ല. കാരണം ഈ വാർത്താ സമ്മേളനത്തിൽ അല്ലെങ്കിൽ ഈ ചോദ്യങ്ങളുമായിട്ട് വരുന്ന ആളുകൾ അവരുടെ ഉദ്ദേശങ്ങൾ എന്ന് പറയുന്നത് അത്ര നല്ല ഉദ്ദേശങ്ങളല്ല, സതുദ്ദേശങ്ങളല്ല. സതുദ്ദേശങ്ങളാണെങ്കിൽ നമുക്കവിടെ മറു ചോദ്യം 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല 10 ചോദ്യങ്ങൾക്ക് അവസരം നൽകാം. ഇത് മറു ചോദ്യങ്ങൾക്ക് അവസരം നൽകേണ്ടത് കുത്തിത്തിരിപ്പുമായി വരുന്നവർക്കല്ല, സതുദ്ദേശത്തോടു കൂടി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എത്ര ചോദ്യങ്ങൾക്ക് വേണമെങ്കിലും അവസരം കൊടുക്കാം. അപ്പോ മറു ചോദ്യങ്ങൾക്ക് വോയിസ് ഉയർത്താൻ പോലും കഴിയാത്ത വിധം അടിച്ചു മൂലക്കിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോ പിണറായി വിജയന്റെ കാലത്ത് പിണറായി വിജയൻ ഔദ്യോഗിക മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാഹനം മാറ്റി മറ്റൊരു വാഹനത്തിൽ കയറി മസ്കറ്റ് ഹോട്ടലിൽ പോയി RSS നേതാക്കളെ കണ്ട് അവരുമായി ചർച്ച നടത്തി, അവരുമായി കുശലം പറഞ്ഞ്
അവരുമായി കാര്യങ്ങൾ തീരുമാനിച്ച് അതിനിടയിൽ MR അജിത് കുമാറിനെ പറഞ്ഞുവിട്ട് RS നേതാക്കളുമായി ചർച്ച നടത്തി ഇതൊക്കെ നടത്തിയ പിണറായി വിജയന്റെ ക്രിമികീടങ്ങള് ഇന്ന് കൊടുത്തത് മറുപടി അമ്മാച്ചനും മരുമോനുള്ള മറുപടിയാണ്. ഇതിപ്പോ എല്ലാ വാർത്താ സമ്മേളനങ്ങളും അദ്ദേഹം വളരെ കൃത്യമായിട്ട് മറുപടികൾ, വായടപ്പൻ മറുപടികൾ ഇവർക്ക് എല്ലാവർക്കും നൽകുന്നുണ്ട് എന്നുള്ളതാണ് അല്ലെ. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായപ്പോ BJPയുടെ, വിശ്വ ഹിന്ദു പരിഷത്തിന്റെ, RSSന്റെ ഒക്കെ ആളുകള് പിണറായി വിജയനെ സന്ദർശിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് അല്ലെ. മുഖ്യമന്ത്രിയെ കാണുക എന്നുള്ള രീതിയിൽ കണ്ടിട്ടുണ്ട്. അപ്പോ അതിലൊക്കെ ഇപ്പോ ഒരു ഈ പറയുന്ന കോൺഗ്രസ്സുകാരനാവട്ടെ, CPM കാരനാകട്ടെ, ഇനി BJP കാരനാവട്ടെ, ആരുമാകട്ടെ, ഇവര് ഈ പറയുന്ന മുഖ്യമന്ത്രി, മന്ത്രിമാര് എന്നൊക്കെ പറയുന്ന കസേരകളിലേക്ക് എത്തിക്കഴിഞ്ഞാല് പിന്നെ അവരാരായി? അവര് കോൺഗ്രസ്സുകാരുടെ മാത്രമല്ല, അല്ലെങ്കിൽ CPM കാരുടെ മാത്രമല്ല, അല്ലെങ്കിൽ BJPയുടെ മാത്രമല്ല. അവര് കോൺഗ്രസിന്റെ, CPMന്റെ, BJPയുടെ മാത്രം മന്ത്രിമാരല്ല. മന്ത്രിയാവട്ടെ, പ്രധാനമന്ത്രിയാവട്ടെ, മുഖ്യമന്ത്രിയാവട്ടെ. ഇപ്പൊ കഴിഞ്ഞ ദിവസം നിങ്ങൾ നോക്കൂ, ഡൽഹിയിൽ ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ച് കേരളത്തിൽ നിന്നുള്ള കാന്തപുര IP അബൂബക്കർ മുസ്ലിയാർ, ഹക്കീം അസരി തുടങ്ങിയ ആളുകളാണ്. ഇനിയിപ്പോ ഈ പറയുന്ന മുഹമ്മദ് റിയാസും ഈ ക്രിമികീടങ്ങളും പറയും പോലെയാണെങ്കിൽ പിണറായി വിജയൻ തലയിൽ മുണ്ടിട്ട് പോയിട്ട് മസ്കറ്റ് ഹോട്ടലിൽ ചർച്ച നടത്തിയത് വത്സൻ തില്ലങ്കേരിയെ പോലെയുള്ള തീവ്രവാദികൾ, വർഗീയവാദികളുമായിട്ടാണ്. ഇനി ഇതേ പിണറായി വിജയനെ മുഖ്യമന്ത്രിയുടെ ഓഫീസില് രാജഗോപാല്, കുമ്മനം രാജശേഖരൻ, അതുപോലെ ഇന്ന് തിരുവനന്തപുരത്തെ മേയറായിട്ടുള്ള VV രാജേഷ്, ഇവരൊക്കെ വന്ന് കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. മനസ്സിലാക്കണം. ഇനി ഈ VV രാജേഷ് അധികാരമേറ്റപ്പോ ആദ്യം പിണറായി വിജയനാണ് വിളിച്ച് അഭിനന്ദനം അറിയിച്ചത്. എപ്പോ? ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് 2025 ഡിസംബർ 13 റിസൾട്ട് വന്നപ്പോ അല്ലേ. ഇനി ഇവിടെയൊക്കെ തീരുന്നതാണോ? ഇതേ പിണറായി വിജയൻ തലയിൽ മുണ്ടിട്ട് പോയിട്ട് ചെയ്ത കാട്ടിക്കൂട്ടിയ കാര്യങ്ങളുണ്ടല്ലോ. നമ്മള് ഒരു കാര്യത്തെ എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളതാണ് ആ മനുഷ്യന്റെ ഉള്ളിലുള്ള കാര്യങ്ങളെ വ്യക്തമാക്കുന്നത്. തലയിൽ മുണ്ടിട്ട് പോയി രാത്രിക്ക് രാത്രി PM ശ്രീയിൽ ഒപ്പിട്ട വ്യക്തിയാണ് പിണറായി വിജയൻ അല്ലേ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പോ ഒരു കാര്യം, ഇതിലൊക്കെ നമ്മൾ കൂടുതൽ വിശദീകരണങ്ങളുടെ ആവശ്യങ്ങളൊന്നുമില്ല. ഇതൊക്കെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് അറിയുന്നതാ. ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന പ്രശാന്ത് വാസുദേവനും കേരളത്തിന്റെ പൊതുസമൂഹവും പറയുന്നത് പോലെ തന്നെ സതീശനെ നേരിടാന് മക്കളെ നിങ്ങളായിട്ടില്ല, സഖാക്കളെ, നിങ്ങളെ കൊണ്ട് ഇതിന് ആവുകയുമില്ല. മനസ്സിലായില്ലേ? അതിന് നിങ്ങൾ ഇനി വേറെ വല്ല പണിയെടുക്കേണ്ടി വരും. നിങ്ങളുടെ ഇപ്പോഴത്തെ കപ്പാസിറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് സതീശനെ നേരിടാൻ കഴിയില്ല. അത് അയാള് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വായിച്ച് പഠിച്ച് ഉണ്ടാക്കിയെടുത്തതാ. അതിനെ മറികടക്കാന് ക്രിമികീടങ്ങൾക്ക് സാധിക്കില്ല എന്നുള്ളതാണ്.